8 GB റാമുള്ള ഫോൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്മറി എക്സ്പാൻഷൻ വെച്ചുകൊണ്ട് 16 GB വരെ ആക്കി ഉപയോഗിക്കാൻ സാധിക്കും. നല്ല ക്യാമറയുള്ള ഫോൺ, പരസ്യ ആപ്ലിക്കേഷനുകൾ ഇല്ലാത്ത ഫോൺ, അതൊക്കെ നിങ്ങൾക്ക് 12,000 രൂപ റേഞ്ച് കിട്ടണമെങ്കിൽ, അതും ഡീസൻറ്റ് പെർഫോമൻസ് അടക്കം കിട്ടണമെങ്കിൽ റെഡ്മിയിൽ പോലും നമുക്കത് കിട്ടില്ല എന്നുള്ളതാണ്. അത് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫോൺ എടുക്കണം. സോ അപ്പോൾ ഏതാണ് ഈ ഫോൺ, എങ്ങനെയുണ്ട്, 12,000 13,000 രൂപ റേഞ്ചിലൊക്കെ വരുമ്പോൾ ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു ഫോൺ ഉണ്ടോ, അത്രയും നല്ല ക്യാമറയൊക്കെ ആണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ റെഡ്മിയുടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന 14C കമ്പയർ ചെയ്ത് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഫുൾ കമ്പാരിസൺ അല്ല, ഇതിൻ്റെ വീഡിയോ ആണ്. ടെക്നോ സ്പാർക്ക് 30C എന്ന് പറയുന്ന ഈ ഫോണിൻ്റെ വീഡിയോ ആണ്, പക്ഷേ ചെറുതായിട്ട് കമ്പയർ ചെയ്ത് കൂടി പറയാം. സോ അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ അപ്പോൾ ആദ്യം തന്നെ ടെക്നോ സ്പാർക്ക് 30C എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ ബോക്സ് അതിവിടെ കാണുന്നതാണ്. ഈ കാണുന്ന ബ്ലൂ ബോക്സ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ തന്നെയാണ് മുകളിൽ തന്നെ ഇരിക്കുന്നത്. സോ ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലീൻ ആയ നീറ്റായ ഒരു ഡിസൈനാണ്. അതിലേക്ക് പിന്നെ വരാം. ബോക്സിൽ വേറെ കേസ്, ഡോക്യുമെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ചാർജർ, ചാർജിങ് കേബിൾ, സിം ടൂളും ഇതിനകത്തുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത്യാവശ്യം വേണ്ടതെല്ലാം ബോക്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ലുക്ക് ഇതായി കാണുന്നതാണ്. നല്ല ഡീസൻറ്റ് ലുക്കാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന് താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ജാക്കും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. മുകളിൽ സ്പീക്കർ ഗില്ല്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഡിക്കേറ്റ് ചെയ്ത് വരുന്നു. അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വോളിയം ബട്ടണുകളും റൈറ്റ് സൈഡിൽ കാണാം. ഫ്രണ്ടിൽ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ. അത്യാവശ്യം ആ ഒരു പ്രൈസിന് 10, 12, 13 എന്നൊക്കെ പറയുമ്പോൾ ആ റേഞ്ചിൽ കാണേണ്ടുന്ന ന്യായമായ ഡീസൻ്റ് ആയ ഒരു ഡിസൈൻ. പിന്നെ ഇതൊരു ഡീസൻറ്റ് സെറ്റപ്പ് ആണെന്ന് പറയാൻ കാരണം അതേ റേഞ്ചിൽ വരുന്ന റെഡ്മി 14C ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോച്ച് ഡിസൈനാണ്, പഞ്ച് ഹോൾ സെറ്റപ്പ് ഒന്നുമില്ല. ഇതിൽ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഒരു ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയ മോഡേൺ ലുക്ക് തോന്നിക്കുന്ന നല്ല ഡിസൈനാണ്. സോ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കൂടി നോക്കിയാൽ പോലും ടെക്നോ സ്പാർക്ക് 30C എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. സോ നിങ്ങൾക്കിതിൽ ഏതാണ് ഡിസൈൻ വൈസ് കാണാൻ ഇഷ്ടമായതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇനി ഇതിൻ്റെ ഓരോ ഘടകങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് ടെക്നോ സ്പാർക്ക് 30C 5G എന്നാണ്, 5G ഫോണാണ്. അപ്പോൾ ആ വക കാര്യങ്ങളിലും ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റിയൊക്കെ ഇവിടെ കാണാം. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും പ്രശ്നങ്ങളില്ല, നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. 480 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും, വിഷയങ്ങളൊന്നുമില്ല. എന്നാൽ റെഡ്മി 14C ഒക്കെ ആണെങ്കിൽ ഒരു പ്രത്യേകതയാണ്, ഇതിന് 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. സ്വല്പം ബെറ്റർ ആണ്. സോ അത് മാത്രം ഒന്ന് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ നോച്ച് ഡിസൈൻ ആണെന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ നിൽക്കേണ്ട, അതിന് ഒരു ഇത്തിരി ബ്രൈറ്റ്നസ് കൂടുതലുണ്ട്. പക്ഷേ നോർമൽ സിറ്റുവേഷനുകളിലാണെങ്കിലും ഈവൻ ഡേ ടു ഡേ വർക്കിനാണെങ്കിലും ഒന്നും വലിയ വിഷയമില്ല. 480 നിറ്റ്സ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 10 രൂപ 12 രൂപ റേഞ്ചിൽ സാധാരണ കാണുന്നതാണ്. അത് സാധാരണ രീതിയിൽ നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന തരത്തിലാണ് ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി. സോ ബെറ്റർ ആയ ഒരു ഡിസ്പ്ലേ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടെക്നോയിൽ തന്നെയാണ്. പക്ഷേ രണ്ടായാലും HD+ ഡിസ്പ്ലേ ആണ്. അത് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ 120 ഹെർട്സിൻ്റെ ഡീസൻ്റായ ലെവലിലുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ് ടെക്നോയിൽ വരുന്നത്. നന്നായിരിക്കുന്നു. ഇനി മെയിനായിട്ടും ഈ ഒരു പ്രൈസിൽ വരുമ്പോൾ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. UI, പരസ്യങ്ങളുടെ ശല്യം, ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോയിൽ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്മൂത്തായ പെർഫോമൻസ് ആണ് കേട്ടോ. ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ്. 440K റേഞ്ചിലുള്ള ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ടെമ്പിൾ റൺ പോലുള്ള സാധാരണപ്പെട്ട ഗെയിമുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കളിക്കാനും പറ്റുന്നുണ്ട്. വിഷയങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് 14 വരുന്നത്. ഇതിൽ 8 GB റാമിനാണ് ഞാൻ ഈ പറഞ്ഞ 12,999 പ്രൈസ് വരുന്നത്. ആ പ്രൈസിന് 8 GB കിട്ടും. റെഡ്മി പോലുള്ള മോഡലുകൾ 14C പോലുള്ള മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 11,999 6 GB കിട്ടും. 8 GB ഓപ്ഷനേ ഇല്ല ഇതിനകത്ത്. സോ കൂടുതൽ റാം ഇനിയുള്ള സമയത്ത് നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ മെമ്മറി എക്സ്പാൻഷൻ വഴി ഇതിൽ വേണമെങ്കിൽ 8 GB കൂടി ആഡ് ചെയ്യാം. അങ്ങനെ 16 GB റാമുള്ള ഫോൺ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ പരസ്യ ആപ്ലിക്കേഷനുകൾ നമ്മൾ റെഡ്മി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് പരസ്യ ആപ്ലിക്കേഷനുകൾ കാണാം. കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പരസ്യ ആപ്ലിക്കേഷനുകൾ കുത്തി നിറച്ചിട്ടാണ് റെഡ്മി 14C ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ടെക്നോ ഈ വിലയ്ക്ക് പോലും ഒരു പരസ്യ ആപ്ലിക്കേഷനും ഇല്ലാതെയാണ് ഈ ഫോൺ ഇറക്കിയത്. ഇത്രയും റാമും കാര്യങ്ങളും കൊടുക്കുമ്പോഴും പരസ്യ ആപ്ലിക്കേഷനുകളുടെ ശല്യമില്ലാത്ത ഒരു ആപ്പ് ഡ്രോ കൊടുത്തിരിക്കുന്നത് ഇവിടെ കാണാം. ഒപ്പം തന്നെ ഇതിൽ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നത്. അതൊക്കെ ഡീസൻ്റ് ആണ് താനും. സെയിം തന്നെയാണ് റെഡ്മിയിലും വരുന്നത്. വേറെ വലിയ വ്യത്യാസവും കൂടുതലൊന്നുമില്ല. സോ ഈ ഒരു മേഖലയിൽ, പെർഫോമൻസിന്റെ മേഖലയിലും ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ ഇത് തന്നെയാണ്. 420K ആൻഡ്രോയിഡ് സ്കോറൊക്കെയാണ് നമുക്ക് റെഡ്മിയിൽ കിട്ടുക. സോ ബെറ്റർ ആൻഡ്രോയിഡ് സ്കോറും പെർഫോമൻസും ഈ ഫോണിൽ തന്നെയാണ്. പിന്നെ റാമിൻ്റെ കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 16 GB റാമിൻ്റെ പരിപാടി, 8 GB റാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 8 GB റാം അവൈലബിൾ ആണ്. അത് തന്നെ ഈ പ്രൈസിന് അടിപൊളിയാണ്. അത് കൂടാണ്ട് വിർച്വൽ റാം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, മെംഫ്യൂഷൻ. അത് ഓൺ ചെയ്തിട്ട് അതിൽ 8 GB ആക്കി കഴിഞ്ഞാൽ പിന്നെ മോഡിഫൈ ആൻഡ് റീസ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റാം നേരെ 16 GB ആയി മാറും. സ്റ്റോറേജിന് 8 GB കൂടി ആഡ് ചെയ്യുമെന്ന് അർത്ഥം. സോ 16 GB റാമിൻ്റെ ഫോൺ പോലെ ഇത് ഉപയോഗിക്കുക എന്നുള്ളതും ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്തെ ഒരു നല്ല അഡ്വാൻറ്റേജ് ആണ്. സോ ഈ പ്രൈസിന് ഇത് അത്യാവശ്യം നല്ലതാണെന്ന് ഞാൻ തുടക്കത്തിൽ പറയാനുള്ള രണ്ടാമത്തെ ഒരു കാരണം ഇതാണ്. ഇതിൽ വേറെ പരസ്യങ്ങൾ കാരണമൊന്നുമില്ല, അത് സെറ്റപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ iOS 14 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ഈ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ
നല്ല പെർഫോമൻസ് ഈ ടെക്നോ സ്പാർക്ക് 30C 5Gയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കി കഴിഞ്ഞാൽ 5000 mAh ഡീസന്റ് ആയ ഒരു ബാറ്ററി നമുക്ക് ടെക്നോയിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വാട്ടിന്റെ ചാർജർ ബോക്സിലുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. സോ അപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മിയിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ കാര്യത്തിൽ റെഡ്മി കുറച്ച് നല്ലതാണ്. 5160 mAh ബാറ്ററി ഉണ്ട്. സ്ലൈറ്റ്ലി കൂടുതലാണ്. 18 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ 33 വാട്ടിന്റെ ചാർജർ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെയാണ് 33ന്റെ ആവശ്യം, ഇതിനകത്ത് 18 സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്നാലും 18 വാട്ടിന്റെ ചാർജർ നമുക്ക് ചാർജിങ് നടക്കും 33 വാട്ട് ഉള്ളത് കൊണ്ട്. അത് മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഇതിൽ വരുന്നത്. സോ ബാറ്ററിയുടെ കാര്യത്തിൽ രണ്ടും നല്ലതാണ്. ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് റെഡ്മിയിൽ കാണാം. അത് വേണമെന്നുള്ളൂ നിങ്ങൾ നോക്കാം കേട്ടോ. പക്ഷേ ക്യാമറ അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. അതിലെനിക്ക് ടെക്നോയാണ് ഇഷ്ടപ്പെട്ടത്. സാമ്പിൾ കണ്ടു നോക്കൂ. മെയിൻ ക്യാമറ ഇമേജുകളാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക. ഞാൻ നോക്കിയിടത്തോളം കൊണ്ട് എനിക്ക് കുറച്ചും കൂടി നാച്ചുറൽ സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ അത് ടെക്നോയിൽ കിട്ടുന്ന ഫോട്ടോസാണ്. മറ്റേത് കുറച്ച് യെല്ലോ ഷെയ്ഡ് കയറി വരുന്നുണ്ട്. സെൽഫി ക്യാമറ രണ്ടിലും 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറകളാണ്. പക്ഷേ അതിൻ്റെ സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്, ഏതാണ് നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് തോന്നുന്നത്? കുറച്ചും കൂടി നാച്ചുറൽ സ്കിൻ ടോണും കാര്യങ്ങളും കുറച്ചും കൂടി നല്ല സ്കിൻ ടോൺ കാണുന്നത് ടെക്നോയിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കിതിൽ ഏത് ഇഷ്ടപ്പെടുന്നോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്നോയുടെ വീഡിയോ ഞാനിവിടെ ഫുൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഏതാണ് നിങ്ങൾക്ക് നന്നായി തോന്നിയെങ്കിൽ മാത്രമേ ചൂസ് ചെയ്യാവൂ. സെൽഫി ക്യാമറയുടെ വീഡിയോ സാമ്പിളും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ല. ആ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. വേണമെങ്കിൽ റെഡ്മിയുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതും കൂടി ഇവിടെ കാണാം. രണ്ടും സൈഡ് ബൈ സൈഡ് കാണിക്കുന്നുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ട നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഒരു കമ്പാരിസൺ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷേ ക്യാമറ ടെക്നോയിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ അപ്പോൾ ക്യാമറയുടെ കാര്യം അങ്ങനെയാണ്. നാച്ചുറലായ രീതിയിലേക്ക് നിൽക്കുന്ന കുറച്ച് നല്ല ക്യാമറയാണ് ടെക്നോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും. ഇനി ഈ ഫോണിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ചെറിയൊരു സാമ്പിൾ കേൾപ്പിക്കാം. കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഡീസൻ്റ് ആയ രീതിയിലുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ. ഈ ഒരു പ്രൈസിനായതുകൊണ്ട് ഞാൻ വലിയ സംഭവമൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്ററും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഓൾ ഡയറക്ഷണൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ ടെക്നോ സ്പാർക്ക് 30C എന്ന ഫോൺ ഇന്ന് മാർക്കറ്റിൽ എത്തുമ്പോൾ ഈ ഒരു പ്രൈസിന് 8GB റാമും ഈ പറഞ്ഞ പോലെ പരസ്യങ്ങളില്ലാത്ത ഒരു സെറ്റപ്പും അതേപോലെ തന്നെ നല്ലൊരു ക്യാമറയും കാര്യങ്ങളും ഒക്കെ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ അടുത്ത് സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാം പരിശോധിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യുക. സംഗതി നന്നായിട്ട് തോന്നി ഈ ഒരു പ്രൈസിന്. 12,900 8GB റാം അടക്കം ബാക്കി സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഡീസൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റെഡ്മിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് മാർക്കറ്റിലുള്ള മറ്റ് കോമ്പറ്റീഷൻ അറിയണത് നല്ലതാണല്ലോ. സോ അപ്പോൾ അതിന് വേണ്ടി ഒന്ന് കമ്പയർ ചെയ്യുന്നുള്ളൂ. റെഡ്മി അവിടെ ഇരുന്നോട്ടെ. ടെക്നോ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കിയിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. ആ രീതിയിൽ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം.